എൻ്റെ പേര് ബിൻസി ജോയൻ. ഞാൻ വരുന്നത് ആനപ്പാറ അങ്കമാലിയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഒമാൻ മിനിസ്ട്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട് 14 വർഷം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 8-ാം തീയതി ഡിസംബർ 2022-നാണ്. എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. ഞാൻ അലർജി കൂടിയ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അലർജി കൂടിയതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ മുടി അലർജി 2 വർഷമായിട്ട്, വാക്സിൻ എടുത്തതിന് ശേഷം 2 വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് അലർജി ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് 4 വർഷം മുമ്പ് എനിക്കൊരു മെഡിസിൻ കഴിച്ചിട്ടൊരു അലർജി ഉണ്ടായിരുന്നു. അത് മാറിപ്പോയിരുന്നു. പക്ഷേ ഇത്തവണ വാക്സിന് ശേഷം എനിക്ക് അലർജി വന്നത് പിന്നീട് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, തലവേദന, പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ നീര്, എനിക്ക് വയറിനകത്തും പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുന്നതും വളരെ മിനിമം സെലക്റ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ അലർജിക്ക് വരുന്നതിന് മുമ്പ് പോലും. അപ്പം ഇത്രയും കൂടുതലായതിന് ശേഷം എനിക്ക് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ തലയോട്ടിയിലൊക്കെ എനിക്ക് ഭയങ്കര വേദനയും, തലമുടി പൊഴിഞ്ഞു പോകുന്നു, പിന്നെ കാലുവേദന, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നങ്ങനെ ഉറങ്ങി പോകുമായിരുന്നു. പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാനോ തുടർന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, അതുകൂടാതെ അലർജി, തലവേദന, പല കാര്യങ്ങൾ കാരണം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം മെഡിസിനുകൾ കഴിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്കങ്ങോട്ട് എഫക്റ്റീവല്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റാഫായതുകൊണ്ട് തന്നെ അറിയാം നമുക്ക് മെഡിസിൻ എത്ര. ഞാൻ നേരത്തെയും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് ഫലം കാണാതെയൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയേക്കുന്നത്. അപ്പം ഞാൻ കർത്താവിൽ തന്നെ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് അങ്ങനെ ബൈബിൾ വായിക്കുന്നപ്പോൾ എനിക്ക് കർത്താവ് തന്നെ തന്നൊരു ഉൾപ്രേരണയായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവന്നൊരു എനിക്ക് ഉടമ്പടി പത്രത്തിൻ്റെ ഒരു പേജ് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരാനായിട്ട് എനിക്ക് പ്രചോദനം കിട്ടിയത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം ഞാൻ കുറച്ച് ഇവിടെ നിന്നൊക്കെ കുറേ കരഞ്ഞിട്ടാണ് പോയത്. എനിക്ക് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒറ്റയ്ക്കാണ് വന്നതുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഉടമ്പടി എടുക്കാതെ എനിക്ക് അങ്ങ് വിഷമമായിപ്പോയി. പിന്നെ പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ തിരിയൊക്കെ മേടിച്ച് തേൻ മേടിച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഞാൻ മൊബൈലിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥന എഴുതിയെടുത്ത്, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്ത് ഞാൻ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തലവേദനയൊക്കെ കുറഞ്ഞ് എനിക്ക് ഭക്ഷണങ്ങൾ കുറച്ച് ചെറിയ രീതിയിലൊക്കെ കഴിക്കാൻ, ഞാൻ തേനും ഉപ്പും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ തോന്നി തുടങ്ങി. എനിക്ക് ഭക്ഷണം വയറ്റിലേക്ക് എത്തുമ്പോഴത്തേന് എനിക്ക് അറിയാം തലവേദന വരും. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലേക്ക് നീര്, നമുക്ക് ഭയങ്കര ക്ഷീണതൊക്കെ വരുമായിരുന്നു. എനിക്ക് അതുകൊണ്ട് പേടിയായിരുന്നു, ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇതിനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് 2 വർഷമായിട്ട് ഉണ്ടായിരുന്നു ഈ ഇത് അലർജി കൂടി വന്നിട്ട് എനിക്ക് ക്ഷീണം വിട്ടുമാറാത്ത ക്ഷീണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് തേനും ഉപ്പും കഴിച്ചതിന് ശേഷം വളരെയധികം വ്യത്യാസം വന്നു. ഞാൻ അടുത്ത മാസം തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഞാൻ മെഡിസിനുകളൊക്കെ നിർത്തിയായിരുന്നു. 2 മാസം മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മെഡിസിനൊക്കെ നിർത്തി. ശരിക്കും അതൊരു മെഡിസിൻ എന്ന് പറയുന്നതൊക്കെ ചെറിയ സെഡേഷനുള്ളൊരു മരുന്നാണ് അലർജിയുടെയൊക്കെ. അപ്പോൾ അത് ഞാൻ നിർത്തി. പിന്നെ തേനും ഉപ്പും മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വ്യത്യാസം മനസ്സിലായത്. അപ്പം അത് നിർത്തി. പിന്നെ മൈഗ്രെയിൻ മാറി. തലവേദന, എനിക്ക് കണ്ണ് ലൈറ്റ് ടി വിയിലേക്കൊക്കെ നോക്കാൻ പറ്റില്ല, കണ്ണ് എന്നൊക്കെ വെള്ളം ഒഴുകി വരുമായിരുന്നു. അത്രയ്ക്കും സിവിയറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കുറഞ്ഞു. പിന്നെ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കാൻ തുടങ്ങി. എനിക്ക് അലർജി എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റുകളൊക്കെ അലർജിയായിരുന്നു. ബീഫ് അലർജി ആയിരുന്നു, ചിക്കൻ അലർജി, എഗ്ഗ്, ഇതൊക്കെ അലർജി ആയിരുന്നു. പിന്നെ പുളി ഐറ്റംസ്,
എല്ലാം തന്നെ. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, നേരത്തെ ധ്യാനം കൂടിയായിരുന്നു. അപ്പം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെള്ള നാരുകൾ പോലെയുള്ള ഇത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചാണ്. എനിക്ക് ഓർമ്മക്കുറവ് വന്നിട്ടുണ്ടായിരുന്നു ഈ അലർജി കൂടിയിട്ട്. അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ ഒരു ഇതാണ്, നമുക്ക് വയറിൻ്റെ അകത്ത് വരുന്ന അലർജി കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൾസറോ അങ്ങനത്തൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലും കൂടെ ബാധിക്കും. ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കയറി ബാധിക്കും. അപ്പോൾ അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മെമ്മറിയൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും, ഇന്നലെ എന്താ സംഭവിച്ചാൽ കാര്യങ്ങളൊക്കെ ഓർക്കാറില്ല. ഓർമ്മ കുറവ് വരെ വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം ആ ഒരു ഇതൊക്കെ എനിക്ക് മാറി. എനിക്ക് ആ ക്ലിയറായി. ഇവിടെ ഇത്രയും ഭാഗം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, ക്ലിയറായി. എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിക്കും മാറി. പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കാം, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഭക്ഷണം കഴിക്കുന്നതിന്. ഇപ്പം പൂർണ്ണമായിട്ടും മാറി. പിന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചയൊക്കെയാണ്, അതിൻ്റെ ക്ഷീണം വേറെ, ഫുള്ളായിട്ട് മാറി. ഇപ്പോൾ സാധാരണ എനിക്ക് പീരീഡ്സ് വരുന്ന പോലെ തന്നെയുള്ളൂ, ഞാൻ അറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ക്ഷീണം എനിക്ക് മാറി, പൂർണ്ണമായിട്ടും ക്ഷീണങ്ങളെല്ലാം വിട്ടു മാറി. പിന്നീട് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കാലുവേദനയായിരുന്നു. വീട്ടിനകത്ത് തന്നെ നമുക്ക് ജോലി, ചെറിയ കൊച്ചുണ്ട്. അപ്പം ആ കൊച്ചിനെ നോക്കാനാണെങ്കിലും വീട്ടിലെ ജോലിക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു, ക്ഷീണവും കാലുവേദനയും ഒക്കെ കാരണം കൊണ്ട്. അപ്പം ആ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മാതാവും ദിവ്യകുമാരൻ യേശു എനിക്ക് അത് മാറ്റി തന്നു. പിന്നീട് ഞാൻ കാരുണ്യപ്രവർത്തികളുടെ ഭാഗമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ പോകാറുണ്ട്. രോഗികൾക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ അമ്മായിയപ്പൻ അത് COPD എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും ഒരു മാസത്തിൽ 2 പ്രാവശ്യം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും, ഓക്സിജൻ കുറഞ്ഞിട്ട്. അപ്പം അവർ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്, പള്ളിയിൽ പോകുന്നതാണെങ്കിലും എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പൾസ് ഓക്സിമീറ്റർ, ഓക്സിജൻ്റെ ലെവൽ നോക്കാൻ അമ്മച്ചി കൂടെ കൊണ്ടു നടക്കും. ഒരു സമാധാനം ഇല്ലായിരുന്നു, കാരണം എപ്പോഴും വെൻറ്റിലേറ്ററിലാണ്. അവർക്ക് കുറവ് നാളുകളായിട്ടുള്ളതാണ്, സ്ഥിരമായിട്ടുള്ളതാണ് അസുഖം. അപ്പം ഒരു പ്രാവശ്യം അങ്ങനെ മോളെ കാണാൻ വേണ്ടി ഓക്സിജൻ സിലിണ്ടറായിട്ട് വന്നേക്കെ. അപ്പോൾ ഞാൻ കാണാൻ പോയി, തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ അതിന് ശേഷം അവർ തന്നെ പറഞ്ഞു അസുഖം മാറി. ഇപ്പം വെൻറ്റിലേറ്ററിൽ ആയിട്ട് ഇപ്പോൾ 8 മാസമായി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല, ഓക്സിജന് വേണ്ടി വെക്കേണ്ടി വന്നിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് കിട്ടിയേക്കുന്നത്. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി, അവരുടെ മകളും അത് കുടുംബ യൂണിറ്റിൽ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. എന്നോട് പറഞ്ഞു അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് കിട്ടിയേക്കുന്നത്. അതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല, ഓക്സിജനും വെക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഉണ്ടുള്ളൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞ് 7 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ്, പ്രാർത്ഥിച്ചുണ്ടായ കൊച്ചാണ്. അപ്പം ആ കൊച്ചിന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാൻ വെച്ചാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരും, പനി വരും. അപ്പം എന്താണ് കാരണം എന്നറിയില്ല, ഇപ്പോഴും ആൻറ്റിബയോട്ടിക് എടുക്കും, ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള കാരണം അറിയില്ല. കൊച്ച് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അതൊന്നും എപ്പോഴും മരുന്നുകൾ കഴിക്കുന്ന കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ ഇതുവരെയും കിട്ടിയില്ല. അപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച പോകുന്നതിന് മുമ്പ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, റിക്വസ്റ്റോട് പ്രാർത്ഥിച്ചു, ഇതിൻ്റെ ഒരു റീസൺ എന്തുവാന്നുള്ളതൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് സ്പെഷ്യൽ റിക്വസ്റ്റ് ഇട്ടു. എനിക്ക് ഇതിൻ്റെ ഒരു കാരണം ഉണ്ടാവും, കാരണം ഇപ്പോഴും പനി വരുന്നു, ചെസ്റ്റ് ഇൻഫെക്ഷനാണ്, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ മരുന്നുകളാണ് എപ്പോഴും, അതിൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ വേറെ പ്രശ്നങ്ങൾ, ഓറൽ അൾസർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ സ്കൂളിലൊന്നും പോകുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. കൊച്ച് ഭയങ്കര വീക്കാണ് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. അപ്പം ഞാനത് റിക്വസ്റ്റ് ഇട്ടു. ഞാനന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ENT ഡോക്ടറെ കാണിക്കാനായിട്ട് എടുത്തു ചീട്ട്. അങ്ങനെ റിക്വസ്റ്റ് എടുത്തു, എക്സ്റേ എടുത്തു. കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് അഡിനോയിഡ് ഉള്ളതുകൊണ്ടാണ്, അഡിനോയിഡൈറ്റിസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും, നമ്മളറിയില്ല. അങ്ങനെ അസുഖം കണ്ടുപിടിക്കാൻ മാതാവിനെ സഹായിച്ചു. പിന്നീട് പേഴ്സണലായിട്ട് എനിക്കുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒമാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വയ്യാത്ത കാരണോട് ഞാൻ പെട്ടെന്ന് വരികയുണ്ടായത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് റെസിഗ്നേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്ത് മെയിൽ ചെയ്ത്. അപ്പം എനിക്ക് PCC ചെയ്തിട്ടില്ലായിരുന്നു, ഒമാൻ ക്ലിയറൻസ്.
അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനത് സെൻഡ് ചെയ്തത്. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മളത് ഡൽഹിക്കൊക്കെ പോകേണ്ടി വരും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പോകാനൊന്നും വയ്യ, ഡൽഹിക്ക് പോകാൻ വയ്യ, ശരിക്കും 2 ആഴ്ചക്കുള്ളിൽ അത് കിട്ടേണ്ടതാണ്. അപ്പം അപ്ലൈ ചെയ്യാൻ എൻ്റെ ഒരു ടീച്ചറാണ് പറഞ്ഞത്, നീ അപ്ലൈ ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. ചിലപ്പോൾ ഞാൻ പിന്നീട് അപ്ലൈ ചെയ്യത്തുള്ളായിരുന്നു. അപ്പം അപ്ലൈ ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം സാധാരണ നോർമലി വരുന്നത് 2 ആഴ്ചക്കുള്ളിലാണ്. അപ്പം എനിക്ക് മനസ്സിലായി അതിനകത്ത് എന്തോ ഒരു തടസ്സം ഉണ്ടാവും ചിലപ്പം. പിന്നീട് മാതാവ് തന്നെ ഇടപെട്ടു. അതൊരു 1 മാസം ഒക്കെ ആയി കഴിഞ്ഞ് പിന്നെയാണ് ശേഷമാണ് അത് വന്നു. മാതാവിൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ആദ്യം വന്ന സമയത്തുനിന്ന് മാതാവിന് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. ചൊവ്വാഴ്ച ദിവസമാണ് വന്നത്. അപ്പം ഞാൻ നേർച്ച ഇട്ടു മാതാവിന്. അപ്പം ഞാൻ 20 രൂപയാണെന്ന് വെച്ചാൽ ഇട്ടത്, പക്ഷേ ശരിക്കും 200 രൂപയാണ് ഞാൻ ഇട്ടത്. നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം പെട്ടെന്ന് എടുത്ത് തിരക്കായതുകൊണ്ട് അങ്ങനെ ഇട്ട് പോയി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പക്ഷേ പൈസ കുറവാണ്, എനിക്ക് തിരിച്ചെത്താൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് എത്തി, പൈസ കറക്റ്റായിട്ടുള്ള പൈസ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്ത പൈസ എന്ന് വെച്ചാൽ നമ്മൾ 14 വർഷത്തിൻ്റെ ഒരു ഗ്രാറ്റുവിറ്റി ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. മാതാവ് എനിക്കത് എൻ്റെ അക്കൗണ്ടിലേക്ക് അത് വന്നിട്ടില്ലായിരുന്നു. അത് എനിക്കത് എൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കി തന്നു. മാതാവ് തന്നൊരു അനുഗ്രഹമാണ് അത്. ഞാനിത് മാതാവിന് സ്പെഷ്യലായിട്ട് നന്ദി പറയുന്നു. ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ആൾത്താരയിൽ വന്ന് നിൽക്കാനും സാക്ഷ്യപ്പെടുത്താനും എന്നെ അനുവദിച്ച മാതാവിനും ഇസ്രായേലിൻ്റെ വിമോചകനായ കർത്താവിനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു.